ഒരു കുട്ടികളും തന്നെ ബിലോ ആവറേജ് ആയിട്ടല്ല ജനിക്കുന്നത്. പഠിക്കുക എല്ലാവർക്കും പറയാൻ പറ്റും. എങ്ങനെ പഠിക്കണം, ഏത് രീതിക്ക് പഠിക്കണം എന്നുള്ളത് ആരും പറഞ്ഞു കൊടുക്കാത്തൊരു സബ്ജക്റ്റാണ്. അവനെ സംബന്ധിച്ചിടത്തോളം A+B² എന്ന് പറയുന്നത് ഒരു എന്തിനോ പഠിക്കുന്ന ഒരു സാധനമായി മാറുകയാണ്. എൻ്റെ കുട്ടിയുടെ കഴിവെന്താണ്, അവൻ്റെ സ്കിൽ എന്താണ്. എഡ്യൂക്കേഷൻ എന്ന മാത്രം ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ശരിക്കും ഒരു മനുഷ്യനാവുന്നില്ല. ഒരു കുട്ടികളും തന്നെ ബിലോ ആവറേജ് ആയിട്ടല്ല ജനിക്കുന്നത്. അവരെ ബിലോ ആവറേജ് ആക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ്. ശരിക്കും അവർക്ക് കോൺസെപ്റ്റ് ബിൽഡിങ് കറക്റ്റായി വരാത്തത് കാരണം ഉണ്ടാകുന്ന ബിലോ ആവറേജ്നെസ്സിനാണ്. അവിടെയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനും അവരെ പൊക്കിക്കൊണ്ടുവരാനും സാധിക്കും. അതുകൊണ്ടാണ് ബിലോ ആവറേജസിന് മാത്രം മതി, എനിക്ക് കയ്യിൽ കിട്ടിയാൽ മതി എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. പാരൻസും കുട്ടികളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറയുന്ന സന്ദർഭം എന്ന് പറയുന്നത് അവർ ടീനേജിലേക്ക് എത്തുമ്പോഴാണ്. അപ്പോൾ പാരൻ്റ് ഓവറായിട്ട് അവരുടെ മേലെ കുറേ റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോൾ തികച്ചും കുട്ടികൾ പാരൻസിൽ നിന്ന് അകലും. ഇതേ അവസ്ഥ തന്നെയാണ് സ്കൂളിലും ഉണ്ടാകുന്നത്. ചെറിയ കുട്ടികളാകുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നതും അല്ലെങ്കിൽ പാരൻസ് പറയുന്നതും മാത്രമായിരിക്കും അവരുടെ ലോകം. പിന്നീട് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരായിട്ടുള്ള ഹെൽത്തി റിലേഷൻസ് നഷ്ടപ്പെടും. ഇതേ സമയം തന്നെ കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ കൂടുതൽ ശ്രദ്ധാലുക്കളായി മാറും ഈ പാരൻസ്. അതായത് കുട്ടിക്ക് മാർക്ക് ഇത്ര കിട്ടണം അത്ര കിട്ടണം എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ വരാൻ തുടങ്ങും. ഈ 10 കൂടിയാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ആ സന്ദർഭത്തിലാവും ടീച്ചേഴ്സിനെ പറ്റി വിലയിരുത്തലുകളൊക്കെ പാരൻസ് കൂടുതൽ നടത്തുക. അപ്പോഴും പാരൻസും ടീച്ചേഴ്സും തമ്മിലുള്ള റിലേഷൻസും അവിടെയും മോശമാവും. ഇതൊക്കെ ബാധിക്കുക കുട്ടീനെ ആയിരിക്കും. ആ കുട്ടീനെ പിന്നെ ടീച്ചേഴ്സിൻ്റെ കണ്ണിലെ ഒരു കരടായി മാറും. അങ്ങനെ വരുമ്പോൾ കുട്ടിക്കും കിട്ടുന്നത് ഒരു പോസിറ്റീവ് റിസൾട്ടല്ല, അത് തന്നെ കുട്ടിയുടെ റിസൾട്ടുകളുടെ അതായത് ഭാവിനെ തന്നെ ബാധിച്ചു കൊടുക്കും. ഇതിൽ നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു പാരൻറ്റിങ് ആണ്. പാരൻസിനൊക്കെ ഒരു നല്ല പാരൻറ്റിങ് കൗൺസിലിംഗ് ആണ് കൂടുതൽ കൊടുക്കേണ്ടത്. ആൻഡ് ആസ് വെൽ ടീച്ചേഴ്സ് ആൾസോ വാണ്ടഡ് ടു ബി ട്രെയിൻഡ് വെൽ. ഈ ബിലോ ആവറേജ് കുട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞല്ലോ, അവർക്ക് ഉണ്ടാവുന്നത് ചെറിയ ക്ലാസ്സിൽ ഉണ്ടാകുന്ന അവരെ ടീച്ചേഴ്സ് ട്രീറ്റ് ചെയ്യണ അല്ലെങ്കിൽ പാരൻസ് ട്രീറ്റ് ചെയ്യുന്നതിൽ നിന്നുണ്ടാകുന്ന ട്രോമകളാണ്. അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനോ അത് മനസ്സിലാക്കി അതിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടാനോ കുട്ടികൾക്ക് ഒരിക്കലും സാധിക്കില്ല. അതിനൊരു എയ്ഡ് അതാണ് ഈ NLP തെറാപ്പി. നമുക്ക് എല്ലാ മേഖലകളിലും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ കുട്ടികളിൽ വരുമ്പോൾ ഈ ബിലോ ആവറേജ് കുട്ടിയുടെ ഈ ബിലോ ആവറേജ്നെസ്സിൻ്റെ പ്രശ്നം മനസ്സിലാക്കി അവനിൽ നിന്ന് തന്നെ അത് ഇലുസിറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ, എസ്പെഷ്യലി അതൊരു കൗൺസിലിംഗ് തെറാപ്പിയാണ്. അത് ചെയ്യുന്നതോടുകൂടി ആ കുട്ടി ആ പ്രശ്നത്തെ അതിജീവിക്കും. പിന്നീട് ആ പ്രശ്നം അവൻ്റെ ഒരു പ്രശ്നമേ അല്ലാതെയായി മാറും. ഞാനെപ്പോഴും പറയണത് വെച്ചാൽ മെഡിക്കോറായിട്ടുള്ള സ്റ്റുഡൻസിനെ മാഗ്നിഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ്. ആ മാഗ്നിഫിഷ്യൻ്റ് ആക്കുന്നതിൻ്റെ ഒരു സ്റ്റേജാണ് ശരിക്കും NLP തെറാപ്പി. കുട്ടിയെ ഒരു മാഗ്നിഫിഷ്യൻ സ്റ്റേജിലേക്ക് എത്തിക്കലാണ് NLP തെറാപ്പിയിലേക്കൂടെ സാധിക്കുന്നത്. ശരിക്കും ഡോക്ടർ ഹെർമൻ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ ഇത് ശരിക്കും ഒരു ബിസിനസ് ഫേംസിലാണ് അത് ആദ്യം യൂസ് ചെയ്തത്. പക്ഷേ ഇതേ ടെക്നോളജി നമുക്ക് എഡ്യൂക്കേഷനിലും കുട്ടികളുടെ പഠനത്തിൻ്റെ രീതിയിലും കൊണ്ടുവരാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ എല്ലാവർക്കും ഓരോ ലേണിംഗ് സ്കില്ല് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു കുട്ടിക്ക് ഇപ്പോൾ എനിക്ക് മുമ്പെല്ലാം ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു 3-4 പ്രാവശ്യം ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഒരു കാര്യം പഠിക്കാൻ പറ്റുള്ളായിരുന്നു. അത് എൻ്റെ മാത്രം ലേണിംഗ് കർവിൻ്റെ പ്രശ്നമാണ്. അതേസമയം ക്ലാസ്സിൽ ഫസ്റ്റ് മേടിക്കുന്ന കുട്ടി ഒരു പ്രാവശ്യം മാത്രമേ ബുക്ക് മറിച്ച് നോക്കുന്നുണ്ടാവുള്ളൂ. അത് ആ കുട്ടിയുടെ ലേണിംഗ് കർവാണ്. ആ ലേണിംഗ് കർവിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ലേണിംഗ് കർവ് തിയറീൻ്റെ ഒരു ശാസ്ത്രം. ഈ തിയറിയിൽ കൂടെ കുട്ടിയുടെ ഓരോ ഫേസസ് 5 ഫേസസ് ഉണ്ട് മൊത്തത്തിൽ. ഫസ്റ്റ് ഫേസിലാണ് എപ്പോഴും ഒരു കുട്ടി നിൽക്കുന്നുണ്ടാവുക. ആ കുട്ടീനെ കറക്റ്റ് സെക്കൻഡ് ഫേസിലേക്ക് എത്തിക്കുക, തേർഡ് ഫേസിലേക്ക് എത്തിക്കുക, ലേറ്റർ ഓൺ അതൊരു മസിക്കുലർ ആക്ടിവിറ്റി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ലേണിംഗ് കർവ് തിയറി കൊണ്ട് നടപ്പിലാക്കുന്നത്. ഈ തിയറി നമ്മൾ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ ഈ കുട്ടികൾക്കായാലും പാരൻസിനായാലും സാധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും പ്രഷറൈസ് ചെയ്യില്ല പാരൻസ്. പിന്നെ പാരൻസ് എപ്പോഴും അവരെ ലീഡ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. പഠിക്കുക എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. എങ്ങനെ പഠിക്കണം, ഏത് രീതിക്ക് പഠിക്കണം എന്നുള്ളത് ആരും പറഞ്ഞു കൊടുക്കാത്തൊരു സബ്ജക്റ്റാണ്. എല്ലാ സബ്ജക്റ്റിനും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്
ഈ ഓരോ സബ്ജക്റ്റിനും ഓരോ ലാംഗ്വേജ് ഉണ്ട്. ഇംഗ്ലീഷിൽ എന്തും വാരി വലിച്ചെഴുതാം, മലയാളത്തിലും അതെ, കുട്ടിക്ക് കുറച്ച് നല്ലൊരു വൊക്കാബുലറി ഉണ്ടെങ്കിൽ എഴുതാം. പക്ഷേ ഈ വൊക്കാബുലറി വെച്ച് ഫിസിക്സോ മാത്സോ കെമിസ്ട്രിയോ എഴുതാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫിസിക്സിൽ നമ്മൾ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്ന സാധനം കെമിസ്ട്രിയിലോട്ട് വരുമ്പോൾ സബ്സ്റ്റൻസായി, മാറ്ററായി. അതേ സാധനം ബയോളജിയിലേക്ക് വരുമ്പോൾ ഓർഗാനിസമായി. അവിടെ ലാംഗ്വേജിന് ഡിഫറെൻ്റ് ആയിട്ട് വരും, വേർഡ് യൂസിങ് ഡിഫറെൻ്റ് ആണ്. അത് തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു വലിയ സബ്ജക്റ്റാണ്. അത് തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് എഴുതേണ്ടത് എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചെറിയൊരു എക്സാമ്പിളാണത്. അങ്ങനെ ഓരോ സ്റ്റേജും എങ്ങനെ ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കലാണ് ആദ്യം സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ട ഒരു പ്രധാന വിഷയം. അതിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ അത് പഠിക്കും. പക്ഷെ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് അത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയായിരിക്കും അവർ ചെയ്യുക. അതേമാതിരി സോഷ്യൽ സയൻസ് ഇഷ്ടമുള്ള മക്കൾ സയൻസ് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. അവനെ സംബന്ധിച്ചിടത്തോളം A+B² എന്ന് പറയുന്നത് ഒരു എന്തിനോ പഠിക്കുന്ന ഒരു സാധനമായി മാറുകയാണ്. അതേമാതിരി സൈൻ തീറ്റയും കോസ് തീറ്റയും കാലിത്തീറ്റ പറയുന്ന പോലെ എല്ലാവരും അതിനെ ഒരു അവഹേളിച്ച് പറയുന്നത് എന്തിനാണെന്ന് അറിയില്ല. പക്ഷെ എന്തിനെന്ന് അറിഞ്ഞു പഠിക്കുമ്പോൾ കുട്ടികൾക്ക് പഠനം ഒന്നും കൂടി ഈസിയാവും. അതൊരു കോൺസെപ്റ്റ് ബിൽഡിംഗ് ആണ് ആക്ച്വലി. ഈ കോൺസെപ്റ്റ് ബിൽഡിംഗ് ഇല്ലാണ്ട് ഒരു റോട്ട് ലേണിംഗ് അല്ലെങ്കിൽ മഗ്ഗിങ് അപ്പ് ആ ഒരു രീതിക്ക് പഠിക്കുമ്പോഴും ആണ് ഇതെല്ലാം എന്തിനാ പഠിക്കുന്നത് എന്നുള്ള ചിന്ത വരുന്നത്. കോൺസെപ്റ്റ് ബിൽഡിംഗ് കറക്റ്റ് ആയാൽ, അത് കോൺക്രീറ്റഡ് ആയാൽ, അത് ഏത് സബ്ജക്റ്റിനാണെങ്കിലും ഈവൻ ഹിസ്റ്ററി ആണെങ്കിൽ പോലും ആ കുട്ടി ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങും. അത് വലിയൊരു ടാസ്ക്കാണ്. 8th എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ട്രോമകളെ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു ആദ്യം ഒരു ട്രോമകളെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും അവിടെ പഠിക്കുക. പ്രത്യേകിച്ച് മാത്സിൻ്റെ കാര്യം വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പഠിക്കാൻ തുടങ്ങുന്നു അന്ന് മുതലാണ് കുട്ടികൾ മാത്സിനെ വെറുക്കാൻ തുടങ്ങുന്നത്. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് ഒരു അഡിക്റ്റീവായിട്ടുള്ള ക്യുമുലേറ്റീവായിട്ടുള്ള ആഡിങ് ആണ് എന്നുള്ള കോൺസെപ്റ്റ് കിട്ടാതെ പോകുന്നതുകൊണ്ടാണ് ആ കുട്ടി അതിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ വെറുക്കുന്നത്. ശരിക്കും ഒരു മോൺസ്റ്ററായിട്ട് മാത്സിനെയൊക്കെ കാണുന്നത്. അപ്പോൾ ആ കുട്ടീനെ ആ സ്റ്റേജിൽ, അതായത് കുറച്ച് വലിയ സ്റ്റേജിൽ 8th 9th ഒക്കെ എത്തുമ്പോഴായിരിക്കും ഈ കുട്ടിക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് പഠനത്തിന് മേഖലകൾ തന്നെ കൂടി വരുമ്പോൾ അത് അവനൊരു ഹഡിൽസാവും, ഒരു ഹെർക്കുലിയൻ ടാസ്ക്കായി മാറും. ആ സന്ദർഭത്തിൽ അതിനെ റെക്ടിഫൈ ചെയ്യാന്ന് പറയുന്നതിന് ആകെ ഉള്ളത് ആ കുട്ടീനേറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ആ കുട്ടീനേറ്റ് നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻ ഉണ്ടാക്കിയെടുത്ത് പതുക്കെ അവനെ കൗൺസിലിംഗ്, അവനറിയാതെ അവനെ കൗൺസിലിംഗ് ചെയ്ത് ഒരു NLP തെറാപ്പി കൂടെ ഈ ട്രോമ ശരിക്കും ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. ശരിക്കും സാധിക്കും. കുട്ടികളുടെ പ്രത്യേകിച്ച് എളുപ്പമാണത്. അവിടെ നമുക്ക് സാധിച്ചാൽ പിന്നീടുള്ള അവൻ്റെ വളർച്ച, അതായത് അവൻ്റെ പഠന രീതികളെ തന്നെ നമുക്ക് റീഫോം ചെയ്യാൻ പറ്റും. പിന്നെ അവനെ ഗൈഡഡ് ലൈൻസ് മാത്രം മതി അവന് മുന്നോട്ട് പോകാൻ. പിന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഒന്നുമില്ല. ഇറ്റ്സ് പോസിബിൾ. അവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഓവർ ബേർഡൻ ആണ്. ശരിക്കും അതല്ല അവനെ ചെയ്യിക്കേണ്ടത്. ഈ മാർക്ക് കിട്ടുന്നതിലല്ല കാര്യം. പകരം അവരെ കോൺസെപ്റ്റ് മനസ്സിലാക്കി ഫർദർ അവൻ്റെ ലൈഫിനെ എങ്ങനെ നമ്മൾ കൊണ്ടുപോകണമെന്ന് നോക്കി കാണാനാണ്, അത് വളർത്തലാണ് കാര്യം. എസ്പെഷ്യലി 10th എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അധികം ആരും ചെയ്യുന്നില്ല. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നമ്മൾ ചെയ്യിപ്പിച്ചാൽ കുട്ടിക്കും അതേമാതിരി പാരൻസിനും മനസ്സിലാക്കുക എൻ്റെ കുട്ടിയുടെ കഴിവ് എന്താണ്, അവൻ്റെ സ്കിൽ എന്താണ്, അവനെ ഞാൻ ഫർദർ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കുട്ടിക്കും എല്ലാ കഴിവുമല്ല. അപ്പം നമ്മൾ ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മക്കൾ ഡോക്ടർ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ അക്കൗണ്ടൻ്റാന്ന് വെച്ചാൽ അതേ ലൈനിൽ തന്നെ മക്കൾ പോകണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. ഓരോരുത്തരും ദൈവം പഠിച്ചിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകളിലാണ്. അതാണ് അവൻ്റെ ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റി മനസ്സിലാക്കിച്ച് കൊടുക്കാൻ ശരിക്കും ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റൊക്കെ സാധിക്കും. അത് കൂടെ സാധിച്ചു കഴിഞ്ഞാൽ ആ ഗൈഡഡ് ലൈൻസിൽ കൂടെ പോയാൽ ഹി വിൽ ബി എക്സലൻറ്റ് ഇൻ ഹിസ് ഏരിയ. അതാണ് ചെയ്യേണ്ടത്. ഓൺലൈനിൽ പരിമിതി എന്ന് പറയുന്നത് കുട്ടികളുടെ അല്ലെങ്കിൽ പാരൻസിൻ്റെയും കോർപ്പറേഷൻ അനുസരിച്ചിരിക്കും. കുട്ടികൾ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നോ ബൗണ്ടറീസ് അറ്റ് ഓൾ. ഇപ്പോൾ ഒരു കുട്ടി ഒരു ഭാഗം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അത് കീപ്പ് ഓൺ ആസ്കിങ് അണ്ടിൽ ഈസ് മേക്കിംഗ് ഇറ്റ് ക്ലിയർ.
അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ കുട്ടിയുടെ കോപ്പറേഷനാണ്. അവിടെ നമുക്ക് ആ കുട്ടിക്ക് ഒരു ബെസ്റ്റ് റിസൾട്ട് കൊടുക്കാൻ പറ്റും. ഇത് ചോദിക്കാൻ മടിക്കുന്ന കുട്ടികളുണ്ടാവും. ആ സന്ദർഭത്തിൽ മാത്രമാണ് ഞാനൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം പോസിബിളാണ്. ഓൺലൈൻ ആണെന്നുള്ളതിൽ മൾട്ടിപ്പിൾ പോസിബിലിറ്റിയാണ് ശരിക്കും ഒരു ഓൺലൈനിലുള്ളത്. ആസ് എ ടീച്ചർ ഞാൻ മനസ്സിലാക്കിയത്, ഒരു കുട്ടി ഒരു ഡൗട്ട് ചോദിച്ചാൽ നമ്മുടെ അറിവിൻ്റെ പുറത്തുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അത് സെർച്ച് ചെയ്തിട്ട് അത് മനസ്സിലാക്കിയെടുത്ത് കുട്ടിയുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു സാഹചര്യം അത് ഓൺലൈനിൽ മാത്രമേ സാധിക്കൂ. മറ്റുള്ളത് നമ്മൾ ഫിസിക്കൽ ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കത് അപ്പം തന്നെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കുറവാണ്. ഇനി അഥവാ നമുക്കൊരു സിറ്റുവേഷൻ വരികയാണ്, കുട്ടിക്ക് കോൺസെപ്റ്റ് മനസ്സിലാവാതെ വരികയാണെങ്കിൽ അതിന് വേണ്ട വീഡിയോസ് നമുക്ക് അപ്പം തന്നെ അവൈലബിൾ ആണ്. ഫിംഗർ ടിപ്പിലാണ് വീഡിയോസ് അവൈലബിൾ. അപ്പം തന്നെ നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതൊക്കെ പോസിബിൾ ഓൺലി ഇൻ ഐ തിങ്ക് വിർച്വൽ ക്ലാസ്സസ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന മാത്രം ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ശരിക്കും ഒരു മനുഷ്യനാവുന്നില്ല. അതിൽ ഹോളിസ്റ്റിക് എന്നൊരു കോൺസെപ്റ്റും കൂടി കൊണ്ടുവരുമ്പോൾ മാത്രമാണ് അവിടെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്നത്. എല്ലാവർക്കും കുറേ ഡിഗ്രികൾ ആർക്കും എപ്പോഴും എങ്ങനെയാണ് നേടിയിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷനുള്ള സ്ഥിതിക്ക് നമുക്ക് അതൊക്കെ പറ്റും, കുറേ ടൈറ്റിൽസ് ഉണ്ടാക്കാം. അതുകൊണ്ട് അവനെ ഒരിക്കലും സംസ്കരിക്കപ്പെടുന്നൊന്നുമില്ല. അതിൽ ഹോളിസ്റ്റിക് എന്നൊരു എലമെൻറ്റും കൂടി കയറുമ്പോൾ മാത്രമാണ് അവർക്ക് ഒരു ടോട്ടാലിറ്റിയിൽ നമുക്കൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ ഹോളിസ്റ്റിക് എന്ന് പറയുന്നത് ഭയങ്കര കോൺസെപ്റ്റാണ്. അത് ആക്ച്വലി ഇറ്റ് ഈസ് ദർ ഇൻ ദ സിലബസ്, നമ്മുടെ കരിക്കുലത്തിലൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അത് പ്രായോഗികമാക്കുന്നതിൽ എല്ലാവരും പുറകിലാണ്. അത് പ്രായോഗികമാക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല മനുഷ്യനെയും കൂടി സൃഷ്ടിക്കാം. എസ്പെഷ്യലി കൊണ്ടുവരേണ്ട ഒരു കോൺസെപ്റ്റാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഐക്യുവിനേക്കാളും ഇപ്പോൾ കൺസിഡർ ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇക്യു. ഇക്യു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതൊരു സിലബസിൽ ഉൾപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ ടോട്ടാലിറ്റിയിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയാണ് ഉണ്ടാക്കുക. നമ്മുടെ ഒരു കോൺസെപ്റ്റാണത്. ഖലീൽ ജിബ്രാൻ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു കുട്ടീനെ നമ്മളുടെ ആളായി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവിടെയാണ് തെറ്റ്. നമ്മളിൽ നിന്ന് ജനിച്ചു എന്ന് കരുതി നമ്മൾക്ക് അവരുടെ മേലിൽ പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നുമില്ല, റെസ്പോൺസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പാരൻസ് മാറ്റാത്തോടത്തോളം കാലം ഈ പ്രശ്നം എന്നും നിലനിൽക്കും. നമ്മൾ നമ്മുടെ വഴിക്ക് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവരുടെ വഴിക്ക് തോന്നിയ വഴിക്ക് പോണ ഒരു രീതിയെ നടക്കുകയുള്ളൂ. അതിന് വേണ്ടത് പാരൻസ് അവരുടെ മൈൻഡ് സെറ്റ് ആദ്യം മാറ്റണം. പാരൻറ്റിങ് എന്ന് പറയുന്നതാണ് ഏറ്റവും റിസ്കിയസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ്. അവിടെ പാരൻറ്റ് എത്ര നന്നായിട്ട് ഒരു പാരൻറ്റിങ് ചെയ്യുന്നു അത്ര നന്നായിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് 1000 ടൈംസ് ആണ്. അത്രയും നല്ലൊരു ഇൻഡിവിജ്വലിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാരൻറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ടീച്ചറിന് റോൾ അത്രയും കുറഞ്ഞ സമയത്തിനുള്ള റോളേ ഉള്ളൂ. പക്ഷേ പാരൻ്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈം റോളുള്ള ആൾക്കാരാണ്. അപ്പോൾ 20 ഇയേഴ്സിൽ ഒരു കുട്ടീനെ നമുക്കൊരു 19 ഇയേഴ്സ് വരെ, അതായത് ആ ടീനേജ് കഴിയണ വരെ, ടീനാണല്ലോ, ആ ടീനേജ് കഴിയണ വരെ നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റും. അത് ടീച്ചേഴ്സിനായാലും പാരൻസിനായാലും. ആ പാരൻ്റ് നന്നായിട്ട് ഒരു കശവൻ കലം ഉണ്ടാക്കുന്നത് എത്ര ഭംഗിയിലാണോ അതുപോലെ അത്ര ഭംഗിയിൽ ആ പാരൻ്റ് അതിനെ ഹാൻഡിൽ ചെയ്താൽ ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളേ അല്ല. അവിടെ ടീനേജ് എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല. അങ്ങനെ ഒരു ആ അഡൽഹുഡിലേക്ക് കടക്കുന്ന ടൈമിലുണ്ടാവുന്ന അവരുടെ ഒരു മാനസിക പ്രശ്നങ്ങളെ എത്രത്തോളം പാരൻ്റ് നന്നായി ഹാൻഡിൽ ചെയ്യുന്നു അവിടെ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഓരോ വീട്ടിലും.